ഹരിശ്രീ ഗണപതയേ നമഃ. ഹവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം തൃതീയ സ്കന്ധം 9-ാമത്തെ അധ്യായം ബ്രഹ്മസ്തുതി. ബ്രഹ്മോവാച ജ്ഞാതോസി മേദ്യ സുജിരാനനുദേഹഭാജാം ന ജ്ഞായതേ ഭഗവതോ ഗതിരിത്യവദ്യം നാന്യത്തദസ്തി ഭഗവന്ന വിതന്ന ശുദ്ധം മായാഗുണ വ്യതികരാഢ്യദുരുർവിഭാസി. ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നു. ഹേ ഭഗവൻ, വളരെ കാലം ചെയ്ത തപസ്സിൻ്റെ ഫലമായി ഇപ്പോൾ ഇന്ദ്രവടിയെ അറിയാൻ എനിക്ക് സാധിച്ചു. ഭഗവാന്റെ തത്വം അറിയാതിരിക്കുന്നതാണ് ശരീരമെടുത്തവർക്ക് ദോഷം. അങ്ങയിൽ നിന്ന് അന്യമായി ഇവിടെ യാതൊന്നുമില്ലെങ്കിലും കാണപ്പെടുന്നത് ഒന്നും പരിശുദ്ധമല്ല. മായാഗുണങ്ങളുടെ അന്യോന്യ സംബന്ധ നിമിത്തം അങ്ങ് ബഹുരൂപനായി ശോഭിക്കുന്നു. വളരെ കാലത്ത് തപസ്സുകൊണ്ടാണ് ഭഗവാനെ അറിയാൻ സാധിക്കുക. ഭഗവാനല്ലാതെ വേറൊരു വസ്തുവും എങ്ങുമില്ല. കാണപ്പെടുന്ന വസ്തുക്കൾ മായ കലർന്ന പരിശുദ്ധമല്ലാത്തതിനാൽ ദേഹധാരികൾക്ക് ഭഗവാനെ അറിയാൻ സാധിക്കുന്നില്ല. അസംഖ്യമായ ഭഗവാന്റെ അവതാരം തന്നെ മായയിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനെ അറിയാൻ കഴിയാത്തതും എന്ന് സാരം. രൂപം യഥേതവബോധരസോദയേന ശശന്നിവൃത്ത തമസദനുഗ്രഹായ ആദോ ഗ്രഹീതമവതാര സദൈക ബീജം എന്നാഭി പത്മഭവനാദഹമാവിരാസം. ജ്ഞാനരസത്തിൻ്റെ പ്രത്യക്ഷത നിമിത്തം എപ്പോഴും അവിദ്യയാകുന്ന അന്ധകാരത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന അവിടുത്തെ ഈ രൂപം സത്തുക്കളായ ഉപാസകരെ അനുഗ്രഹിക്കാൻ വേണ്ടി അങ്ങ് സ്വീകരിച്ചതും അനേകം അവതാരങ്ങളുടെ മൂലകാരണവും ആകുന്നു. അതിന് ദൃഷ്ടാന്തം ഈ ഞാൻ തന്നെ. അങ്ങയുടെ നാഭിയിലുണ്ടായ താമരയാകുന്ന സ്ഥാനത്തിൽ നിന്നാണല്ലോ ഞാൻ ഉണ്ടായിരിക്കുന്നത്. നാദപരംപരമയദ്ഭവതസ്വരൂപം ആനന്ദമാത്രം അവികൽപ്പം അവിദ്ധമർച്ച പശ്യാമി വിശ്വസുജമേകമവിശ്വമാത്മൻ ഭൂതേന്ദ്രിയാത്മകമതസ്ഥ ഉപാശ്രിതോസ്മി. ഹേ പരമോത്കൃഷ്ട, ആനന്ദമാത്രവും ജാതി, വ്യക്തി എന്നിങ്ങനെ വികൽപ്പഭേദമില്ലാത്തതും മറയ്ക്കപ്പെടാത്ത ചൈതന്യത്തോട് കൂടിയതുമായ അങ്ങയുടെ സ്വരൂപത്തിന് മീതെയായിട്ട് ഒന്നിനെയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് വിശ്വവിലക്ഷണവും വിശ്വത്തിൻ്റെ നിമിത്ത കാരണവും ഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും സ്വരൂപവുമായിരിക്കുന്നതും ഏകനായിരിക്കുന്നതുമായ നിന്ദ്രുവടിയെ, ആ രൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു. തദ്വായുധം ഭുവനമംഗളമംഗളായ ധ്യാനേസ്മനോ ദർശിതം തഉപാസകാനാം തസ്മൈ നമോ ഭഗവതേനു വിധേമതുഭ്യം യോനാദൃതോ നരകഭാഗ്മിരസത്പ്രസംഗേ. ഹേ ഭുവനമംഗള, അങ്ങയുടെ ഉപാസകന്മാരായ ഞങ്ങളുടെ മംഗളത്തിനു വേണ്ടി ധ്യാനാവസരത്തിൽ കാട്ടിത്തന്ന ഈ രൂപം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ്. വിഷയാസക്തരായ ദുർജനങ്ങളുമായുള്ള സംഘനിമിത്തം നരകദുഃഖം അനുഭവിക്കാൻ പോകുന്നവർ അങ്ങയെ ആദരിക്കാതിരിക്കും. ഞങ്ങൾ ജ്ഞാനപരിപൂർണനായ നിദ്രവടിയെ നിരന്തരം നമസ്കരിക്കുന്നു. ഏതുത്വദീയ ചരണാംബുജകോശഗന്ധം ജിഘ്രന്തി കർണവിവരേഷു ദിവാതനീതം ഭക്ത്യാഗ്രഹീത ചരണപരയാജതേഷാം നാഭേഷിനാഥ ഹൃദയാംബുരുഹാത്സ്വപുംസാം. ഹേ നാഥ, വേദമാകുന്ന കാറ്റിനാൽ സമീപം പ്രാപിപ്പിക്കപ്പെട്ട അങ്ങയുടെ ചരണാംബുജ ഗന്ധവിശേഷത്തെ ശ്രോത്രദ്വാരങ്ങളാൽ യാതൊരുവൻ കാണിക്കുന്നുവോ അവൻ ഉത്കൃഷ്ടമായ ഭക്തി നിമിത്തം ആ പാദപത്മത്തെ ഒരു കാലത്തും മറക്കുന്നില്ല. അവിടുന്ന് വചനങ്ങളാണ് എന്ന കരുണ കൊണ്ട് അവരുടെ ഹൃദയകമലത്തെ ഉപേക്ഷിച്ച് മറ്റെങ്ങും പോകുന്നില്ല. ചെവികൾ കേൾക്കാനുള്ളവയാണ്, കാണിക്കുന്നത് മൂക്കിലൂടെയാണല്ലോ. ഇവിടെ ഭഗവാന്റെ മാഹാത്മ്യം നിരന്തരം കേൾക്കുന്നവർക്ക് ഉത്കൃഷ്ടമായ ഭക്തി ഉണ്ടാകുന്നു എന്നാണ് സൂചിപ്പിച്ചത്. അവരെ ഭഗവാൻ ഒരിക്കലും വിട്ടുപോകുന്നില്ല എന്ന് സാരം.
താവദ്ഭയം ദ്രവിണഗ്രഹ സുഹൃന്നിമിത്തം ശോകസ്പൃഹ പരിഭവോ വിപുലശ്ച ലോഭ താവന്മമേത്യ സതവഗ്രഹ ആർത്തിമൂലം യാവന്നതേംഗ്രിമഭയം പ്രവണീത ലോക സർവഭയങ്ങളെയും ഹരിക്കുന്ന അങ്ങയുടെ പാദമൂലത്തെ ഏത് കാലം വരെ ആശ്രയിക്കാതിരിക്കുന്നുവോ അതുവരെ അവർക്ക് ദുഃഖത്തിന് കാരണമായ എൻ്റേത് എന്നുള്ള അസത്തായ അഭിമാനം അധികരിച്ച് ലോപം, അവമാനം, അത്യാഗ്രഹം, ധനം, ഗ്രഹം, ബന്ധുജനങ്ങൾ എന്നിവ നിമിത്തമുള്ള ശോകം, മരണഭയം എന്നിവ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദൈവേന ദേഹദതിയോ ഭവത പ്രസംഗ സർവാശുഭോപശമനാ വിമുഖേന്ദ്രിയായേ കുർവന്തി കാമസുഖലേശലവായ ദീന ലോഭാവിഭൂത മനസോ കുശലാനി ശശ്വത്. സർവങ്ങളായ അശുഭങ്ങളെ നശിപ്പിക്കുന്നതായ അങ്ങയോടുള്ള സംസർഗത്തിൽ വിമുഖമായ ഇന്ദ്രിയങ്ങളോട് കൂടിയിരിക്കുന്നവർ ബുദ്ധി നശിച്ചവരാകുന്നു. അവരെല്ലാം താൽക്കാലികമായി ലഭിക്കുന്ന അല്പാൽപമായ സുഖം കിട്ടുന്ന വിഷയങ്ങളിൽപ്പെട്ട് നിരന്തരം ദുഃഖിക്കുന്നവരും അതിതൃഷ്ണയാൽ വിവേകമില്ലാത്ത മനസ്സോട് കൂടിയവരുമായിട്ട് എപ്പോഴും പാപകർമ്മങ്ങൾ ചെയ്യുന്നു. ശ്രുത്രത്രിധാതുവിരുമ മുഹുരർദ്യമാന ശീതോഷ്ണവാദ വർഷേരിതരേതരാച്ച കാമാഗ്നിനാച്യുതരുഷാജസു ദുർഭരേണ കമ്പശ്യതോ മനഹുരുക്രമസീതദേമേ. വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജരാ, മൃത്യു എന്നീ ഷഡൂർമികളാലും വാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളാലും ചൂട്, തണുപ്പ്, കാറ്റ്, മഴ എന്നിവയാലും അന്യോന്യം ബന്ധപ്പെട്ടും ഭാര്യാപുത്രാദികളിലുള്ള ആസക്തിയാകുന്ന അഗ്നിയിൽപ്പെട്ടും നശിക്കാത്ത കോപം കൊണ്ട് ക്ലേശിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്താനങ്ങളെ കാണുമ്പോൾ എൻ്റെ മനസ്സ് തളരുന്നു. അങ്ങയെ ഭജിച്ച് ദുഃഖത്തിൽ നിന്നും കരകയറുവാൻ പ്രാരബ്ധം ഇവരെ അനുവദിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് വ്യസനിക്കുന്നു. യാവത് പൃഥക്ത്വമിതമാത്മന ഇന്ദ്രിയാർത്ഥ മായാബലം ഭഗവതോ ജന ഈശപശ്യേത് താവന്ന സംസൃതിരസോ പ്രതിസംക്രമേത ഭർത്താഭി ദുഃഖ നിവഹം വഹതി ക്രിയാർത്ഥ. ഏ ഈശ, നിന്ദ്രോടിയുടെ ഇച്ഛാസ്വരൂപിണിയായ മായ ഇന്ദ്രിയങ്ങളായിട്ടും ആകാശാദിഭൂതങ്ങളായിട്ടും പരിണമിച്ചു. ഇവയുടെ സംയോഗ നിമിത്തമുണ്ടാകുന്ന ഭേദഭാവം കൊണ്ട് ഭഗവാനിൽ നിന്ന് ഭിന്നരാണ് എന്ന തെറ്റായ വിചാരമുണ്ടായി. ഈ ഭിന്നഭാവം ഏതുവരെ ഉണ്ടായിരിക്കുമോ ആ കാലം വരെ ദുഃഖ സമൂഹത്തെ വഹിച്ചിരിക്കുന്ന ശരീരാദികളിലെ അഭിമാന നിമിത്തം സംസാര ദുഃഖം ജീവാത്മാക്കളെ വിട്ടുമാറുകയില്ല. അതായത് മായാനിർമ്മിതങ്ങളായ ഇന്ദ്രിയങ്ങളുമായുള്ള സംയോഗ നിമിത്തം ശരീരബോധം ഉണ്ടായി താൻ ശരീരമാണ് എന്നും ആത്മാവിൽ നിന്ന് ഭിന്നനാണ് എന്നും ധരിക്കുന്നു. അതിനാൽ പുണ്യപാപങ്ങളാകുന്ന കർമ്മങ്ങളും അവയുടെ ഫലങ്ങളും ജീവാത്മാക്കളെ വിട്ടുപിരിയുന്നില്ല. വിശപ്പ്, ദാഹം മുതലായ പ്രാണധർമ്മങ്ങളായതിനാൽ ആത്മാവിന് അതുമായി ബന്ധമില്ലല്ലോ എന്നും ആത്മാവ് നിത്യാനന്ദ സ്വരൂപനല്ലേ എന്നും സംശയിച്ചേക്കാം. പക്ഷേ മായാബന്ധം നിലനിൽക്കുന്നതിനാൽ ആത്മാവിൻ്റെ നിത്യാനന്ദം അനുഭവപ്പെടുകയില്ല. ഭക്തി കൊണ്ട് മായാബോധം നശിക്കണം. അപ്പോൾ കർമ്മബന്ധം തീർന്ന് ആത്മസ്വരൂപത്തെ അറിയാനും ആനന്ദം അനുഭവിക്കാനും സാധിക്കും. അന്യാപൃതാർത്ഥകരണ നിശയാന നാനാ മനോരഥിയാഷണ ഭഗ്നനിദ്ര ദൈവാഹതാർത്ഥരചനാർഷയോഭിദേവ യുഷ്മത് പ്രസംഗ വിമുഖായിഹ സംസരന്തി. വേദശാസ്ത്രങ്ങൾ നന്നായി അഭ്യസിച്ചവരും മന്ത്രശാസ്ത്രങ്ങൾ അറിയാവുന്നവരുമായ ഋഷികളായാലും അവർക്ക് ഭഗവാന്റെ കഥാശ്രവണത്തിൽ താല്പര്യമില്ലാതെയും ഭക്തി ഇല്ലാതിരിക്കുകയുമാണെങ്കിൽ ജനനമരണാദി ദുഃഖത്തെ അനുഭവിക്കണം. അവർ പകൽ സമയത്ത് വിവിധ ലൗകിക കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നു. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും അനേകം മനോരഥങ്ങളിൽ ഏർപ്പെട്ട് ബുദ്ധിയെ തപിപ്പിക്കുന്നു. എന്നിട്ട് നിദ്രാവിഹീനരായി വസനിക്കുന്നു. ദൈവത്താൽ നശിപ്പിക്കപ്പെട്ട ധനാശ കൊണ്ട് അർത്ഥസമ്പാദനത്തിൽ വ്യാപരിച്ച് മരിച്ചും ജനിച്ചും കഴിയുന്നു. ത്വംഭാവയോഗ പരിഭാവിതഹൃൽ സരോജ ആസേഷു ദേഷിതപദോ നനുനാഥ പുംസാം യദ്യദ്ദിയാത ഉരുഗായ വിഭാവയന്തി തത്തദ്ബഭു പ്രണയസേ തദനുഗ്രഹായ. ഏ നാഥ, ഭക്തിയാകുന്ന ഉപായം കൊണ്ട് അങ്ങയെ പ്രാപിക്കാമെന്ന് അങ്ങയുടെ കഥാശ്രവണത്തിൽ നിന്ന് ഗ്രഹിച്ചതിനാൽ അങ്ങയെ സർവാത്മന ശരണം പ്രാപിച്ചിരിക്കുന്ന പരമഭക്തന്മാരുടെ പരിശുദ്ധമായ ഹൃദയപത്മത്തിൽ നിന്ന് വിട്ടുപിരിയാതെ നിന്ദ്രവടി അവിടെ തന്നെ വസിക്കുന്നുണ്ടല്ലോ. അവരെ അനുഗ്രഹിക്കാനായി അങ്ങയുടെ അനന്തമായ രൂപങ്ങളിൽ ഏതു രൂപത്തെ അവർ ദൃഢഭക്തിയോടെ ധ്യാനിക്കുന്നുവോ ആ രൂപത്തിൽ അങ്ങ് അവരുടെ മുന്നിൽ പ്രത്യക്ഷമായി ദർശനം നൽകുന്നു. അവരുടെ ജന്മം സഫലമാകുന്നു.
നാദിപ്രസീദതി തപോപതിതോപചാര്യർ ആരാധിതസുരഗണേർ ഹൃദി ബദ്ധകാമേ യൽസർവഭൂതദയയാ സദലഭ്യയൈകോ നാനാജനേഷ്വബഹിതസുഹൃദന്തരാത്മാ. അനേകവിധ പ്രാണികളിൽ പ്രവേശിച്ചവനും അവരുടെ സർവാന്തര്യാമിയുമായിരിക്കുന്നവനും അവരുടെ ഉറ്റ ബന്ധുവായിരിക്കുന്നവനുമായ അങ്ങ് അസുത്തുക്കൾക്ക് ലഭിക്കാത്തതായ സർവഭൂതദയയെ പ്രകാശിപ്പിച്ച് ഏതു വിധത്തിൽ പ്രസാദിക്കുന്നുവോ ആ വിധം സമൃദ്ധിയോടുകൂടിയ ഉപചാരങ്ങൾ കൊണ്ട് അങ്ങയെ പൂജിക്കുന്ന സകാമ ഭക്തരിൽ പ്രസാദിക്കുന്നില്ല. സർവപ്രാണിവർഗങ്ങളെയും ഭഗവാന്റെ സ്വരൂപമായി കണ്ട് ആരാധിക്കുകയും അതിൽ നിന്ന് പ്രത്യേകം ഫലമൊന്നും പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നിഷ്കാമഭജനം. ധാരാളം വിഭവങ്ങൾ ശേഖരിച്ചു വെച്ച് ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഭഗവാനെ പൂജിക്കുന്നവരിൽ ഭഗവാൻ പ്രസാദിക്കുന്നില്ല. കാരണം അവർക്ക് ഭക്തിയല്ല കാമമാണ് ഉള്ളത് എന്ന് സാരം. പുംസാമതോ വിവിധ കർമ്മവിരധ്വരാധേ ദാനേന ചോഗ്ര തപസാ വ്രതചര്യയാച ആരാധനം ഭഗവതസ്തവ സൽക്രിയാർത്ഥോ ധർമ്മോർപ്പിതകർഹിചിദ്രിയതേന യത്ര. വിവേകികളായ പുരുഷന്മാർ നടത്തുന്ന യാഗാദി കർമ്മങ്ങൾ കൊണ്ടും ദാനം കൊണ്ടും ഉഗ്രമായ തപസ്സുകൊണ്ടും വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടും അവർക്ക് സിദ്ധിക്കുന്ന പരമമായ ഫലം സർവൈശ്വര്യപ്രദനായ അങ്ങയുടെ പ്രസാദം മാത്രമാണ്. അങ്ങയിൽ അർപ്പിക്കുന്ന അലൗകികമായതും ലൗകികമായതുമായ കർമ്മങ്ങളൊന്നും ഒരു കാലത്തും നശിക്കുന്നില്ല. അതായത് ഭഗവാന്റെ പ്രസാദം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്ന കർമ്മം പുരുഷാർത്ഥങ്ങളെ സാധിക്കാൻ ഉതകുന്നു. അത് നിഷ്കാമ കർമ്മമാണ്. എന്നാൽ ഏതോവിധ ഫലത്തെ ഉദ്ദേശിച്ച് നടത്തുന്നതായ കർമ്മം ആ ഫലം സാധിച്ചു കിട്ടുന്നതോടുകൂടി നശിച്ചു പോകുന്നു. അതുകൊണ്ട് വിവേകികൾ സകല കർമ്മങ്ങളും ഫലമിച്ഛിക്കാതെ ഭഗവാന്റെ പ്രസാദത്തിനായിട്ട് സമർപ്പിക്കുന്നു. ആ കർമ്മഫലം ഒരിക്കലും നശിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ അർജുനനോട് ഉപദേശിക്കുന്നു, ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട്. അതായത് യത്കരോഷി യസ്നാസി യദസ്നാസി യജുഹോഷി ദദാസിയത് തപസ്യതി കൗന്ദേയ തത് കുരുഷ്യമതർപ്പണം. ഹേ അർജുന, നീ എന്തൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥനായിരിക്കുന്നുവോ, എന്തൊക്കെ ഭക്ഷിക്കുന്നുവോ, എന്തൊക്കെ ഹോമിക്കുന്നുവോ, എന്തൊക്കെ ദാനം ചെയ്യുന്നുവോ, എന്തൊക്കെ തപസ് ചെയ്യുന്നുവോ അതൊക്കെ എനിക്ക് സമർപ്പിക്കുക എന്നും നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യാത്രായതേ മഹദോ ഭയാത്. ഈ കർമ്മയോഗം അഭ്യസിച്ചുകൊണ്ടുള്ള സ്വധർമാനുഷ്ഠാനത്തിൽ തുടങ്ങിവെച്ച കർമ്മത്തിന് നാശം ഭവിക്കുന്നില്ല, ദോഷകരമായ അനന്തരഫലവും ഉണ്ടാകുന്നില്ല. ഈ യോഗബുദ്ധിയുടെ അല്പം പോലും മഹത്തായ മരണഭയത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ്. ഭഗവത്ഗീതയിലെ 2 ശ്ലോകങ്ങളാണ്. ആദ്യത്തെ ശ്ലോകം 9-27, രണ്ടാമത്തെ ശ്ലോകം 2-40. ഇനി ഭാഗവതത്തിലത്തെ ശ്ലോകമാണ് 14. സസ്വരൂപമഹസൈവ നിബീതഭേദമോഹായ ബോധദിഷണായ നമഃ പരസ്മൈ വിശ്വോത്ഭവസ്ഥിതിലയേഷു നിമിത്തലീല രാസായതേ നമഃ ഇദം ച നശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭേദമോഹങ്ങളോടുകൂടിയതും ചൈതന്യമായിരിക്കുന്ന ബുദ്ധിയോടുകൂടിയും ഇരിക്കുന്ന പരമപുരുഷനായ അങ്ങയ്ക്ക് നമസ്കാരം. പ്രകൃതിയുടെ പരിണാമ നിമിത്തമുണ്ടായ വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങളാകുന്ന ലീലയോടുകൂടിയ പ്രകൃതിയുടെയും ഈശ്വരനായിരിക്കുന്ന ഹേ ഭഗവൻ, അങ്ങയ്ക്ക് നമസ്കാരം. യസ്യാവതാര ഗുണകർമ്മ വിഡംബനാനി നാമാനി യേസു വിഗമേ വിവശാ ഗൃണന്തി തേനൈക ജന്മശമലം സഹസൈവ ഹിത്വാ സംയാദ്യപാഹൃതമൃതം തമജം പ്രപദ്യേ. പ്രാണവിയോഗ സമയത്ത് അവശന്മാരായിട്ടെങ്കിലും അവതാരങ്ങളുടെയും കർമ്മങ്ങളുടെയും മഹാത്മ്യത്തോടുകൂടി യാതൊരു എൻ്റെ നാമങ്ങളെ ആര് കീർത്തിക്കുന്നുവോ അവർ അനേകം ജന്മം കൊണ്ട് സമ്പാദിച്ച സകല ദുരിതങ്ങളെയും പ്രയാസം കൂടാതെ ഉപേക്ഷിച്ചിട്ട് നാശരഹിതമായ ഭഗവാന്റെ പാദങ്ങളെ പ്രാപിക്കുന്നു. ജന്മാതിരഹിതനായ ആ ഭഗവാനെ ഞാനും ശരണം പ്രാപിക്കുന്നു. മരണസമയത്ത് അവശന്മാരാണെങ്കിൽ പോലും ഭഗവത് മാഹാത്മ്യം ഓർമ്മിക്കാനും ഭഗവാന്റെ നാമകീർത്തനം ചെയ്യാനും സാധിച്ചാൽ ആ ഭഗവാന്റെ പാദപത്മങ്ങളോട് ചേരാൻ സാധിക്കും. അവർക്ക് പുനർജന്മമില്ല എന്ന് സാരം. യോവാഹം ഗിരിശശ്ച വിഭുസ്വയം ച സ്ത്യുത്യുത്ഭവ പ്രളയഹേതവ ആത്മമൂലം വിദ്വാദ്രിഭാവഹൃദയേക ഒരു പ്രരോഹ തസ്മൈ നമോ ഭഗവതി ഭുവനദ്രുമായ. സൃഷ്ടിക്ക് മുമ്പ് ഏകനായിരുന്ന യാതൊരുവൻ ഗുണത്രയ സ്വരൂപനായിട്ട് ഞാനും ഗിരീശനും സർവവ്യാപിയ വിഷ്ണുവുമായിട്ട് 3 വിഭാഗങ്ങളെ ആദ്യമായി അംഗീകരിച്ചിട്ട് ഇവിടെ ഞാൻ പറയുമ്പോൾ ബ്രഹ്മാവ്,
സൃഷ്ടിസ്ഥിതി സംഹാരം എന്നീ ലീലകളെ അംഗീകരിച്ചു. പിന്നെയും നാനാവിധ ശാഖകളും ഉപശാഖകളുമായിട്ട് വർദ്ധിച്ചു. ഒരു വിത്തിൽ നിന്ന് അങ്കുരവും പിന്നെ അത് 3 ശാഖകളായി പിരിഞ്ഞ് അതിൽ നിന്ന് അനേകം ഉപശാഖകളുണ്ടായി വർദ്ധിക്കുന്നത് പോലെ ലോകവൃക്ഷ സ്വരൂപനായിരിക്കുന്ന ഹേ ഭഗവൻ, അങ്ങേക്ക് നമസ്കാരം. ലോകോ വികർമ്മ നിരത കുശലേ പ്രമത്ത കർമ്മണ്യം ത്വതുദിദേവദർശനേസ്യേ യസ്താവതസ്യ ബലവനിഹ ജീവിതാശാം സദ്യച്ചിനത്യനിമിഷായ നമോസ്തു തസ്മൈ. ഹേ ഭഗവൻ, ഈ ലോകം സ്വാത്മഭൂതനായ അങ്ങയെ നിന്ദ്രുവടിയാൽ ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന അർച്ചനാ സമ്പ്രദായങ്ങളാലുള്ള ആരാധനയിൽ മനസ്സിരുത്താതെ ലൗകിക വിഷയങ്ങളിൽ തൽപരരായി പാപകർമ്മങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ജീവിതത്തിൻ്റെ താല്പര്യത്തെ തന്നെ പെട്ടെന്ന് നശിപ്പിക്കുന്ന നിമേഷരഹിതനും കാലസ്വരൂപനുമായ അങ്ങേക്ക് നമസ്കാരം. അതായത് സംസാര ദുഃഖത്തെ നശിപ്പിച്ച് മോക്ഷം പ്രാപിക്കാനുള്ള ഏകമാർഗം ഭഗവാനെ ശരണം പ്രാപിക്കുക മാത്രമാണ് എന്ന് സാരം. തുച്ഛമായ ലൗകിക വിഷയങ്ങളിൽ മുഴുകി കഴിയുന്ന കാലത്തോളം ജീവിതാശ നശിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ അർജുനനോട് ഇത് വ്യക്തമായി പറയുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. 18-ാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകം. എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് ഏകനായ എന്നെ മാത്രം ശരണം പ്രാപിക്കുക. ഞാൻ നിന്റെ സർവകർമ്മബന്ധങ്ങളെയും അതായത് പാപങ്ങളെയും നശിപ്പിച്ച് നിന്നെ മുക്തനാക്കാം, നീ ദുഃഖിക്കേണ്ട. ഇനി 18-ാമത്തെ ശ്ലോകം ഭാഗവതത്തിലത്തെ. യസ്മാഭിഭേമ്യഹമഭി നിഭരാർദ്ധദിഷ്ണ്യം അധ്യാസിത സകലലോക നമസ്കൃതം യത് ദേവേതവോ ബഹുസവോ വരുത്സമാന തസ്മൈ നമോ ഭഗവതേതി മകായതുഭ്യം. സകല ലോകങ്ങളിൽ വെച്ചും ഉത്കൃഷ്ടമായിരിക്കുന്നതും ഇതിപരാർദ്ധകാലം നിലനിൽക്കുന്നതുമായ സത്യലോകത്തിൽ വസിക്കുന്ന ഞാൻ കൂടെ കാലസ്വരൂപനായ യാതൊരുവനെ ഭയപ്പെട്ട് അനേകം യാഗങ്ങളെ നടത്തിക്കൊണ്ട് വളരെ കാലം തപസ് ചെയ്തുവോ സർവയാഗങ്ങളുടെയും ഫലദാതാവുമായ അങ്ങേക്ക് നമസ്കാരം. ഇവിടെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവും കാലത്തിൽ നിന്നും വിമുക്തനല്ല എന്നാണ് പറയുന്നത്. ദിവരാർദ്ധ കാലം കഴിയുമ്പോൾ ആയുസ് തീർന്ന് ഭഗവാനിൽ ലയിക്കും. അത്രയും കാലം ആ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളിൽ ഏർപ്പെട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് അർത്ഥം. ബ്രഹ്മാവിൻ്റെ ആയുസ് 100 ബ്രഹ്മവർഷമാണ്. അതിൻ്റെ പകുതിയാണ് പരാർദ്ധം. ദിവരാർദ്ധം 100 ബ്രഹ്മവർഷം. മനുഷ്യ വിബുധാദിഷു ജീവയോനിഷ്വാത്മേച്ഛയാത്മകൃതസേതു പരീപ്സയായ രമേ നിരസ്തരതിരപ്യവരുദ്ധദേഹ തസ്മൈ നമോ ഭഗവതി പുരുഷോത്തമായ. സ്വേച്ഛ കൊണ്ട് താൻ തന്നെ സൃഷ്ടിച്ച ലോകത്തിൻ്റെ രക്ഷയ്ക്കായി തനിക്ക് വിഷയങ്ങളിൽ ആഗ്രഹമില്ലെങ്കിലും പക്ഷിമൃഗാദികൾ, മനുഷ്യ, ദേവന്മാർ എന്നിങ്ങനെയുള്ള ജീവയോനികളുടെ ശരീരങ്ങളിൽ അവതരിക്കുന്നവനും അവയിൽ രമിക്കുന്നവനും അതേസമയത്ത് സർവേശ്വരനും ഉത്തമ പുരുഷനുമായ ഭഗവാന് നമസ്കാരം. ഭഗവാന്റെ അവതാരങ്ങളെല്ലാം ലോകമര്യാദ നിലനിർത്താൻ വേണ്ടിയാണ്. മത്സ്യം, കൂർമ്മം, വരാഹം തുടങ്ങിയവ തിര്യയോനികളിലും, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, പരശുരാമൻ എന്നീ അവതാരങ്ങൾ മനുഷ്യയോനികളിലും, ഹയഗ്രീവൻ, വാമനൻ തുടങ്ങിയ ദേവയോനികളിലുമായിരുന്നു. ഈ അവതാരങ്ങളൊന്നും ഭഗവാന് വേണ്ടിയല്ല. ഭഗവാൻ വിവിധ യോനികളിൽ ദേഹമെടുത്തുവെങ്കിലും ദേഹധർമ്മങ്ങളായ അഹങ്കാരാദികൾ ഭഗവാനില്ല. അതുകൊണ്ട് പുരുഷോത്തമനാണ് ഭഗവാൻ എന്ന് സാരം. യോ വിദ്യയാനുപഹതോ വിദശാർദ്ധവൃത്യ നിദ്രാമുവാഹ ജഡരീകൃതലോകയാത്ര അന്തർജലേ ഹി കശിപുസ്പർശാനുകൂലാം വിമോർമി മാലിനി ജനസ്യ സുഖം വിവണ്ണൻ. സ്തുതിക്കാൻ യോഗ്യനായ ഹേ ഭഗവൻ, 5 വിധ വൃത്തികളോടുകൂടിയ അവിദ്യ ജീവന്മാരെ പോലെ അങ്ങയെ ബാധിക്കുന്നില്ല. എങ്കിലും അങ്ങയുടെ ഉദരത്തിൽ വഹിച്ചിരിക്കുന്ന ലോകങ്ങളോടുകൂടിയ അങ്ങ് ഭയങ്കരമായ തിരമാലകളോടുകൂടിയ ഈ പ്രളയജലത്തിൻ്റെ മധ്യത്തിൽ ആദിശേഷനാകുന്ന ശയ്യയുടെ സ്പർശനത്തിന് അനുരൂപമായി ജനത്തിൻ്റെ ക്ഷേമത്തിനായി യോഗനിദ്രയെ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ 5 വിധ വിദ്യാവൃത്തികൾ പറയുമ്പോൾ തമസ്, അന്ധതാമിശ്രം, താമിശ്രം, മോഹം, മഹാമോഹം അഥവാ മഹാതമസ്. ഇവർക്ക് വിപരീയ പ്രത്യയം എന്ന് പേരുണ്ട്. അജ്ഞാനത്തിൻ്റെ വകഭേദങ്ങളാണ് ഇവ. അനാത്മവസ്തുക്കളിൽ ആത്മാവ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് തമസ്. വിഷയസുഖങ്ങൾ അനുഭവിച്ച് തൃപ്തിയാകാതെ മരിക്കേണ്ടി വരുമ്പോഴുള്ള ദുഃഖമാണ് അന്ധതാമിശ്രം. ശബ്ദാദി വിഷയങ്ങളിലും അനിമാദി അഷ്ടൈശ്വര്യങ്ങളിലുമുള്ള അഭിനിവേശ നിമിത്തം അവയുടെ ലാഭത്തിനു വേണ്ടി പ്രയത്നിച്ച് ഫലവത്താകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ക്രോധമാണ് താമിശ്രം. ഭൗതികമായ ഐശ്വര്യങ്ങൾക്കുള്ള ഭ്രാന്തിയാണ് മോഹം.
കണ്ടതും കേട്ടതുമായ ശബ്ദാദി പഞ്ചവിഷയങ്ങളിലുള്ള അഭിനിവേശമാണ് മഹാമോഹം. ഇനി 21ാമത്തെ ശ്ലോകം മുതൽ അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ഓം ശാന്തി ശാന്തി ശാന്തി.